ഹായ് ഹലോ. ഈ പോകുന്നത് നമ്മുടെ ഓണത്തിൻ്റെ മൂന്നാം ദിവസം, മൂന്നാം ഓണമല്ല രണ്ടാം ഓണത്തിന് പോകുന്നത് കേട്ടോ. രണ്ടാം ഓണത്തിന് ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോകുമായിരുന്നു. ഉച്ചയായി ഇറങ്ങിയപ്പോഴത്തേക്ക് രാവിലെ എനിക്കൊരു തിരുവാതിര ഉണ്ടായിരുന്നു ഞങ്ങളുടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഡ്രസ്സ് പോലും മാറാണ്ട് എക്സ്റ്റൻഷൻ വരെ നീക്കിയത്. പിന്നെ ഞാൻ ഇപ്പോൾ കാറിലിരുന്നിട്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവരെയൊക്കെ കണ്ടു, ഫ്രണ്ട്സിനെ കണ്ടു, അവർക്ക് ബൈ ഒക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ ഇറങ്ങിയത്. അപ്പോൾ ആ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് തന്നെ നേരെ വീട്ടിലെത്തി. അമ്മയുണ്ട്, അച്ഛനുണ്ട്, റിലേറ്റീവ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവരൊക്കെ ഞങ്ങൾ ലേറ്റ് ആയപ്പോഴത്തേക്കും അവരൊക്കെ പോയി. കഴിക്കാനായിട്ട് ബിരിയാണി ആയിരുന്നു അവിടെ, ചിക്കൻ ബിരിയാണി. അമ്മ നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കുക. അപ്പം മറ്റേ ചിക്കൻ ദമ്മായിരുന്നു. അപ്പോൾ ഞാൻ നല്ല വിശപ്പായിരുന്നു. രാവിലെ ലൈറ്റായിട്ടൊക്കെ കഴിച്ചിട്ട് ഇറങ്ങിയത്. പിന്നെ എല്ലാം കഴിഞ്ഞ് ഡാൻസ് എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല വിശന്നായിരുന്നു. പിന്നെ അവിടെ എന്തായാലും വേറെ ഒന്നും കഴിക്കാൻ നേരെ അമ്മയുടെ ഫുഡ് കഴിക്കാൻ വേണ്ടി നേരെ ഇനി പോരായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ നേരം ഫുഡൊക്കെ കഴിച്ച് പിന്നെ ക്ഷീണമാണല്ലോ, ഫുഡ് കഴിക്കുമ്പോഴത്തേക്ക് താനെ ഒരു ക്ഷീണം വരുമല്ലോ അല്ലേ. കഴിച്ച് കഴിയുമ്പോൾ എല്ലാവരും കിടപ്പിലായി കേട്ടോ. അച്ഛനും അമ്മയും മാത്രം കിടപ്പിലായില്ല. അവർ പിന്നെ ഇപ്പോഴും ജോലി ചെയ്യുന്നവരാണ് കേട്ടോ. ഇപ്പോൾ ഈ ഒരു പ്രായത്തിലും നന്നായിട്ട് പണിയെടുക്കും അവർ, നമ്മളെ പോലെ ഒന്നല്ല കേട്ടോ. പിന്നെ കുറേ നേരം അമ്മയോടൊക്കെ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞ് വീട്ടു കാര്യങ്ങളും ലോകകാര്യങ്ങളും കുറേ നേരം നമ്മൾ പോകുമ്പോഴത്തേക്ക് എന്നും സ്ഥിരമുള്ളതാണ്. ഇത് അടുത്ത സ്ഥിരമുള്ള പരിപാടിയാണ് കേട്ടോ. എല്ലാ ഫുഡൊക്കെ പാക്ക് ചെയ്ത് തരും. പായസം, ഇതിപ്പോൾ പായസം, ബിരിയാണി, അങ്ങനെ കുറേ ഉണ്ട് കേട്ടോ. സാധാരണ നമ്മുടെ അമ്മ വീട്ടിൽ പോയിട്ട് വരുമ്പോഴത്തേക്ക് പോലെയാണ് കേട്ടോ. ഞാൻ എൻ്റെ അമ്മായിയമ്മയുടെ വീട്ടിൽ പോയി വരുമ്പോഴത്തേക്ക് അമ്മ ഒരുപാട് സാധനം ഇങ്ങനെ ഞങ്ങൾക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ടാവും കേട്ടോ. ഇങ്ങനെ ഓരോന്ന് എടുത്ത് ഇങ്ങനെ വെച്ചേക്കും. ഫുഡ് എന്ത് സാധനം ഞങ്ങൾക്ക് വേണ്ടി വന്നാലും ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ അമ്മ കരുതിയിരിക്കും തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതെല്ലാം എടുത്തിട്ട് ഇങ്ങനെ ഇറങ്ങാൻ പോവാണ്. രസം എന്താണ് ലുലുമളി പോകുമ്പോ അമ്മയും കയറ്. എവളയാ ഇവിടെ നിർത്തട്ടാ. ആൾക്ക് വാശിയാണ് കേട്ടോ. ഒന്നുകിൽ അവിടെ വീട്ടിൽ നിൽക്കണം, അല്ലെങ്കിൽ മാളിൽ കൊണ്ടുപോകണം. ഇതിലേതെങ്കിലും ഒന്ന് നടത്തിയാലേ കൊണ്ടുപോകുള്ളൂ, ആൾ വരത്തുള്ളൂ എന്നുള്ള. പിന്നെ അമ്മയ്ക്ക് നമ്മുടെ വീട്ടിൽ പണി നടക്കുന്നതുകൊണ്ട് അവൻ്റെ കൂടെ നിൽക്കാനൊന്നും പറ്റത്തില്ല കേട്ടോ. അതുകൊണ്ട് അമ്മ പറഞ്ഞ് പറ്റത്തില്ല, നിൽക്കാൻ അവനെ നിർത്താൻ പറ്റത്തില്ല. അങ്ങനെ ഞങ്ങൾ ഇനി ലുലു മാളിൽ കൊണ്ടുപോകും. പിന്നെ എന്തായാലും മാളിൽ വന്ന സ്ഥിതിക്ക് ഞങ്ങൾക്ക് വീട്ടിലൊരു അയൺ ബോക്സ് നോക്കണമായിരുന്നു കേട്ടോ. അവിടെ കണക്റ്റിൽ കയറിയിട്ട് പിന്നെ ഓഫർ എന്തൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഓഫറിൻ്റെ പ്രോഡക്റ്റ് ഏറ്റവും താഴെയായിരുന്നു. ഞങ്ങൾ ഏറ്റവും മുകളിലല്ലേ കണക്റ്റ് വരുമ്പോഴത്തേക്കും. അപ്പോൾ ഇനി താഴെ പോകാൻ മേടിച്ചിട്ട് എനിക്കാണെങ്കിൽ AC നിന്നിട്ട് ഈ ശ്വാസം മുട്ടൽ, അങ്ങനെ തണുപ്പൊക്കെ അടിച്ച് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ വീണ്ടും താഴോട്ടിറങ്ങാനുള്ള ബുദ്ധിമുട്ട് കാരണം ഓഫർ നോക്കി. എന്നാലും വലിയ റേറ്റിൽ ഇത് 900 സംതിങ്ങോ അങ്ങനെ എന്തോ ആയിരുന്നു റേറ്റ് വരുമ്പോഴത്തേക്ക്. അതിൽ ഓഫർ ഉണ്ടായിരുന്നു. അതിൽ ഓഫറും കുറച്ചാണ് കേട്ടോ കിട്ടിയത്. നല്ല പ്രോഡക്റ്റ് ആയിരുന്നു തോന്നുന്നു, എനിക്കറിയത്തില്ല. ബജാജിൻ്റെതാണ്. അത്യാവശ്യം പിടിക്കുമ്പോഴത്തേക്ക് നല്ല അത്യാവശ്യം ഹെവിയാണ്. നല്ല നമ്മൾ വീട്ടിലൊന്ന് ഉപയോഗിച്ചായിരുന്നു കേട്ടോ. കൊള്ളാം, കുഴപ്പമൊന്നുമില്ല. കാരണം ഞങ്ങളുടെ വീട്ടിലിരിക്കുന്നത് ഒട്ടും കട്ടിയുള്ള ഒരു അയൺ ചെയ്യുമ്പോഴത്തേക്ക് എന്നാലും എല്ലാം അത്ര ഇതില്ല ഉപയോഗിക്കാൻ. ഇപ്പോൾ അല്ലാണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല. എന്നാലും ഞങ്ങൾ അത് മാത്രമേ വാങ്ങിയുള്ളൂ കേട്ടോ. വേറെ ഒന്നും വാങ്ങിയില്ല. അവിടെ നിന്ന് പ്രത്യേകിച്ചൊന്നും വാങ്ങാനായിട്ട് എൻ്റെ ആരോഗ്യസ്ഥിതി സമ്മതിച്ചില്ല. അല്ലെങ്കിൽ എനിക്ക് നടക്കാനും നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നുണ്ട്. പിന്നെ അതൊക്കെ വാങ്ങിയിട്ട് കുറേ നേരം പ്രത്യേകിച്ചൊന്നുമില്ല. അവിടെ കുറേ കാര്യങ്ങളൊക്കെ നോക്കി ഫോണൊക്കെ നോക്കണമായിരുന്നു. കാരണം എൻ്റെ ഫോണും ചെറിയ കംപ്ലൈൻ്റ് ആയിട്ടിരിക്കുക. ചെറുതല്ല, സൈഡൊക്കെ ഫുൾ ഡിസ്പ്ലേ ഒക്കെ ഇളക്കി അങ്ങനെയൊക്കെ നല്ല ഫുൾ പണിയായിട്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഫോണൊക്കെ കുറേയൊക്കെ നോക്കി. പക്ഷേ ഫോൺ നമ്മുടെ ബഡ്ജറ്റിനുള്ളതൊന്നും പറ്റിയില്ല. അപ്പോൾ പിന്നെ എന്തെങ്കിലും നോക്കാമെന്നൊക്കെ വിചാരിച്ചിരിക്കുക. ഞാനിത് അയൺ ബോക്സ് അയാൾ ഇങ്ങനെ നോക്കാമെന്നുണ്ട് ചൂടാ. ഞാനിങ്ങനെ ആലോചിക്കും, അയ്യോ ഇത്രയും ചൂടുള്ള അയൺ ബോക്സിലൊക്കെ തൊട്ട് നോക്കാൻ പോവാണോ എന്ന്. അപ്പോൾ പിന്നെ ഇല്ല കേട്ടോ, ജസ്റ്റ് ചൂട് വരുന്നുണ്ടോ എന്ന് നോക്കിയതെന്നുള്ളൂ. ഞാൻ എന്താ അങ്ങനെ ചിന്തിച്ചത് അറിയത്തില്ല. ഇങ്ങനെ നോക്കി ഓക്കെ. അത് പിന്നെ അതൊക്കെ വാങ്ങി. പിന്നെ ഇതാണ് കേട്ടോ ഫോൺ വാങ്ങാൻ പോയതും. ഫോണൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നോക്കുകയായിരുന്നു. ഐഫോണൊക്കെ നോക്കുന്ന അങ്ങനെ എല്ലാം നോക്കിയുമ്പോഴത്തേക്ക് നമ്മുടെ ബഡ്ജറ്റിന് നിൽക്കുന്നില്ല എന്നതുകൊണ്ട് നമ്മൾ അവിടെ ഓണം പ്രമാണിച്ച് തെയ്യമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. പിള്ളേർക്കാണെങ്കിൽ ആദ്യമായിട്ടല്ലേ കാണുന്നത് ഈ തെയ്യം അങ്ങനെ ഇങ്ങനെയൊക്കെ. അവർക്കിങ്ങനെ അടുത്തൂടെ പോകുമ്പോഴത്തേക്ക് ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എൻ്റെ മുഖം ഇതിങ്ങനെ ഓരോന്നൊക്കെ വെച്ച് കണ്ടപ്പോഴത്തേക്ക് പേടിയുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കണ്ട് കുറച്ച് നേരമൊക്കെ നിന്നു. വലുതായിട്ട് അടുത്ത് പോയി നിന്ന് ഫോട്ടോ എടുക്കാൻ. കാരണം കുഞ്ഞുങ്ങൾക്ക് ഒത്തിരി പേടിയായതുകൊണ്ട് എനിക്കറിയത്തില്ലല്ലോ, രാത്രി എങ്ങനെയും കിടന്ന് പേടിച്ചാലോ വിചാരിച്ചിട്ട് ഞാനും വലുതായിട്ട് അടുത്തോട്ട് കൊണ്ടുപോയില്ല. ദൂരെ നിന്നിട്ട് പിടിച്ചേ ഉള്ളൂ കേട്ടോ. എനിക്ക് കാണുമെന്നുണ്ടായിരുന്നു, പിള്ളേരെ സമ്മതിച്ചില്ല. പിന്നെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ നടക്കുകയായിരുന്നു. ഇങ്ങനെ ഓരോന്നൊക്കെ കണ്ട്
നല്ല തിരക്കായിരുന്നു കേട്ടോ. മാളിൽ നല്ല തിരക്കായിരുന്നു. ഹൈപ്പറിലൊന്നും ഞങ്ങൾ കയറിയില്ല, കാരണം കയറിയിട്ട് കാര്യമില്ല. നമ്മൾ എന്തെങ്കിലും പ്രോഡക്റ്റ് വാങ്ങിക്കാം, പക്ഷേ എന്ത് ചെയ്യും, ബില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ കുഞ്ഞു മോനെയും കൊണ്ടൊക്കെ പോകുമ്പോഴത്തേക്ക് വലിയ പാടില്ല. പിന്നെ ഞങ്ങൾ അങ്ങനെ താഴോട്ടൊന്നും ഇറങ്ങിയില്ല. ഞങ്ങൾ അവിടെ കാർ അവിടെ തന്നെ പാർക്ക് ചെയ്തും ആ ലൊക്കാലിറ്റി തന്നെ കിടന്ന് കിറങ്ങായിരുന്നു കേട്ടോ. നല്ല തിരക്കായിരുന്നു. പിന്നെ അവന് വിശന്നപ്പോഴത്തേക്ക് അവനൊരു പേസ്ട്രി വാങ്ങിക്കൊടുത്തു. ഞാനാണെങ്കിൽ തണുത്തൊന്നും കഴിച്ചില്ല, എനിക്ക് ചെറിയ ശ്വാസം മുട്ടൽ പോലെ ഉണ്ടായിരുന്നതുകൊണ്ട് ജസ്റ്റ് കോഫി മാത്രമേ കുടിച്ചുള്ളൂ കേട്ടോ. പിന്നെ ഒരു സാൻഡ്വിച്ചും കഴിച്ചു. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോയി കേട്ടോ. ബൈ.